ഏതാ ഈ പുതിയ ഇറക്കുമതി? കയ്യിലും കാലിലും പാന്റ് ഇട്ടിട്ടുണ്ടല്ലോ. അതെ അതെ, ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം. ഗുഡ് മോർണിംഗ്. ആണാ? ആരാ മനസ്സിലായില്ല? ഞാൻ അബ്ദുൽ, ദുബായ് അബ്ദുൽ. ഇന്നാട്ടൊരു കാലി എടുക്കാം. നോ താങ്ക്സ്. ആയിക്കോട്ടെ. ഈ ടാക്കീസിൽ എങ്ങനെയാ, നല്ല കളക്ഷൻ വരാറുണ്ടോ? പിന്നെ കളക്ഷൻ വരാറുണ്ടോന്നോ? ആഴ്ചയിൽ 7 ദിവസം നല്ല കളക്ഷൻ അല്ലേ? അല്ല, ടാക്സി വിലക്ക് വാങ്ങാനും മറ്റോ വന്നാണോ? എങ്കിലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് മാറി ഇന്ന് സംസാരിക്കാം. അതെന്താ? ഇവിടുത്തെ നാട്ടുകാരത്ര ശരിയല്ല. എങ്കിൽ പാരപണി അതാ. മിസ്റ്റർ ഭരതൻ, ഞാൻ ഈ ടാക്കീസ് വാങ്ങാൻ വന്ന ആളൊന്നും അല്ല. പിന്നെ ശരിക്കും പറഞ്ഞ ഞാനൊരു ഫിലിം ഡിസ്ട്രിബ്യൂട്ടറാണ്. മനസ്സിലായില്ല. പറയാം. അതായത് എന്റെ ഈ നാളത്രയുമുള്ള ഗൾഫ് സമ്പാദ്യം കൊണ്ട് ഞാനൊരു ചലച്ചിത്ര വിതരണ കമ്പനി തുടങ്ങാൻ വേണ്ടി പോവാണ്. അതായത് ദുബായ് റിലീസ്. നല്ല കാര്യം. ആദ്യം കൊച്ചു കൊച്ചു തമിഴ് പടങ്ങൾ എടുത്ത് വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകളും സഞ്ചരിച്ച് അവരുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ഈ ടാക്കീസില് പണ്ട് ടൈറ്റാനിക് സിനിമ കളിച്ചപ്പോ കപ്പലിന്റെ പകുതി ഭാഗം സ്ക്രീനിലും മറ്റേ പകുതി ഭാഗം കുഞ്ഞുണ്ണിയാസന്റെ മതിലേലും ആയിരുന്നു. അങ്ങനത്തെ തിയേറ്ററാണ് പടം കളിപ്പിക്കുന്നത്. ആട്ടെ, ഏതാ ആദ്യത്തെ സംരംഭം? എൻ പൊണ്ടാട്ടി അവനുക്ക് ലവർ. കൊള്ളാം. ഏ പടമാണല്ലേ? തമിഴ്നാട്ടിൽ തുടർച്ചയായി 365 ദിവസം ഓടി സൂപ്പർ ഹിറ്റായ സെക്സ് പടമാണ്. പക്ഷെ ഈ പടം ഇവിടെ കളിപ്പിക്കുന്നു എനിക്ക് തോന്നണില്ല. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അതെ. എങ്ങനെ? നിങ്ങൾ ഈ പടത്തിന്റെ പേരും പറഞ്ഞ് അവളുമാരുടെ പടി ചവിട്ടിയാലുണ്ടല്ല, അവളുമാരെ ചൂലെടുത്ത് നിങ്ങൾ അടിച്ചോടിക്കും. പിന്നെ നിങ്ങളുടെ പൊണ്ടാട്ടിക്ക് നിങ്ങൾ ഉണ്ടാവില്ല, നിങ്ങൾ വേറെ ലവർ അന്വേഷിക്കേണ്ടി വരും. ശരിക്കും? ശരിക്കും. പക്ഷേ മിസ്റ്റർ അബ്ദുള്ള, നിങ്ങൾ നിരാശപ്പെടണ്ട. അധികം താമസിയാതെ എന്റെ മുതലാളി മൂർക്കമ്പറമ്പിൽ പാപ്പച്ചൻ ഇവിടെ ഒരു തിയേറ്റർ പണിയും. അവിടെ ഞാൻ കളിപ്പിക്കും ഉദ്ഘാടന ചിത്രമായിട്ട്. സെക്സ് പടം കാണാനുള്ള ഇവിടുത്തെ ജനങ്ങളുടെ അവകാശം ഞാൻ സഫലീകരിച്ചു കൊടുക്കും. ഒരേ ബഹുമാനപ്പെട്ട ഭരതൻ, താങ്കളെ പോലുള്ളവരെയാണ് ഈ നാടിനും ഞങ്ങളെ പോലുള്ളവർക്കും ആവശ്യം. ബഹുമാനപ്പെട്ട അബ്ദുള്ള, തൽക്കാലം പോയിട്ട് 3 മാസം കഴിഞ്ഞു വാ. അപ്പോഴേക്കും ഈ ടാക്കീസിന്റെ സ്ഥാനത്ത് മൂർക്കമ്പറമ്പിൽ ടാക്കീസ് ആയിരിക്കും. ബഹുമാനപ്പെട്ട ഭരതൻ, അപ്പോൾ നമുക്ക് ഉദ്ഘാടന ദിവസം കാണാം. ശരി ബഹുമാനപ്പെട്ട അബ്ദുള്ള. എങ്കിൽ ഞാൻ പോയിട്ട് വരാം ബഹുമാനപ്പെട്ട ഭരതൻ. പോയിട്ട് വരൂ. ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ട അബ്ദുള്ള അവളുമാരുടെ അടിയും കൊണ്ട് ടൈയും കോപ്പും ഇല്ലാതെ ദുബായിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നേനെ. പാവം. എന്റെ നാട്ടുകാരനായ ഉണ്ണികൃഷ്ണല്ലേ ഇവനെന്താ ഇവിടെ? സിനിമ തുടങ്ങാൻ സമയമായില്ലല്ലോ. എന്തായാലും ഈ കൊല്ലത്തിൽ ഇവൻ എന്നെ കാണണ്ട. വാച്ച് ചെയ്യാം, കാര്യങ്ങൾ അറിയാലോ. മോളെ തച്ച് കഴിഞ്ഞെങ്കിൽ ആ തുണി ഞാൻ വാങ്ങിച്ചോണ്ട് വരാം കേട്ടോ. വിമലെ, ഈ പ്രാവശ്യത്തെ ചിട്ടി ഞാൻ പിടിക്കും കേട്ടോ. ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഉണ്ണികൃഷ്ണൻ. വരൂ. വലിയ പണിയൊന്നുമില്ല. ഈ 15 17 ആക്കണം, ഈ 22 25 ആക്കണം. എത്രയാ കൂലിന്ന് വെച്ച് കഴിഞ്ഞാ ഐഡമ്മയോട് പറഞ്ഞാ മതി. ഇത് നിസ്സാര പണിയാ, ഇതിന് കൂലിയൊന്നും വേണ്ട. അത് പറ്റില്ല. ആരും ഞങ്ങൾക്ക് വേണ്ടി വെറുതെ ജോലി ചെയ്യരുത്. അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാ തുടങ്ങിക്കോളൂ. അല്ല, ഈ ചെറുക്കനെ കണ്ടിട്ടിരിക്കുന്ന ഒരു പന്തികേട് തോന്നുന്നു. അയ്യോ, ഒരു പാവാ. എന്നാലും വന്ന സ്ഥിതിക്ക് എഴുതി കഴിഞ്ഞിട്ട് പോ. അയ്യോ, അതൊരു മര്യാദക്കാരനാ. അതിനെ നോക്കി നിന്നാലേ ബസ് അതിന്റെ പാട്ടിന് പോവും. വാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വരാൻ. ഹലോ, കുറച്ച് മണ്ണെണ്ണ വേണമായിരുന്നു. ഇന്ന് 3 ആളെയും പരിചയപ്പെട്ടിട്ടുണ്ട് കാര്യം. മിക്കവാറും അവൾ ഇനിയും വരും. വെയിറ്റ് ചെയ്യാം. എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. കുറച്ച് വേസ്റ്റ് തുണിയും കൂടെ. ഇതൊക്കെ പണിക്ക് വരുമ്പോ കൊണ്ടുവന്നൂടെ? അയ്യോ, ഞാൻ പണിക്കാരനൊന്നുമല്ല, നെയ്ബറാ. പേര് ഉണ്ണികൃഷ്ണൻ. ഞാൻ ചോദിച്ചില്ല. ഇനി വേറെ വല്ലതും വേണ്ടി വരുമോ? വേണ്ടി വരും. എന്തോ? ഉണ്ണികൃഷ്ണ, വേഗം പണി തീർത്തിട്ട് പോവാൻ നോക്ക്. ഒരു എഴുത്തുകാരൻ വന്നിരിക്കുന്നു. ഓർഡർ കൊടുത്തത് ഒരാൾക്ക്, കൊണ്ടുവന്നത് മറ്റൊരാൾ. അകത്ത് പോയവളെ കാണുന്നില്ലല്ലോ. ഇനി ഇവൻ അകത്തേക്ക് ചെല്ലാൻ വേണ്ടിയാണോ വെയിറ്റിംഗ്? രണ്ടിലൊന്നറിഞ്ഞാൽ എനിക്ക് പോകായിരുന്നു. അയ്യോ, 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 എന്റെ കണ്ണിന് മുളക് പൊടി പോയേ. ആരെങ്കിലും വെള്ളം ചായോ? വിളിക്കേ. അയ്യോ, പോകുന്ന പോക്ക് കണ്ടില്ലേ? നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ മാതിരി. കൊറേ നാളായി അവനൊട്ടെണ്ണം കൊടുക്കണോന്ന് വിചാരിച്ചിട്ട്. ഈ നാറിയാ നമ്മുടെ പോസ്റ്റൊക്കെ രാത്രിയിൽ വലിച്ചു കയറി കളയുന്നത്. ഏതായാലും കൊറേ കാലത്തേക്ക് അവന്റെ ശല്യം ഉണ്ടാവില്ല, ഉറപ്പാ. ബസ് കിട്ടാത്ത തിരിച്ചു വന്നത് അവന്റെ യോഗം, മുളക് യോഗം.
എന്താ അവിടെ? മണ്ണെണ്ണ എടുക്കാനാ. എന്നാ കിട്ടിയെങ്കിൽ പൊയ്ക്കൂടെ? വിമലേ, ഏ? ഓ ദാണ്ടെ. വാ നമുക്ക് വീട്ടിൽ പോയി ചായ നല്ല കടിയൊക്കെ കുടിച്ച് സ്വസ്ഥമായിട്ട് സംസാരിക്കാം. അത് വേണമെന്നില്ല ഏട്ടാ, ഇവിടെ വെച്ച് തന്നെ നമുക്ക് പറയാം. ശുഭകാര്യങ്ങളാണ്, അപ്പൊ പിന്നെ സ്വസ്ഥമായിട്ട് ഇരുന്ന് വേണമല്ലോ സംസാരിക്കാൻ. വേണ്ട, കമലാസൻ ചേട്ടൻ പറയുന്ന ഏത് കാര്യവും നടന്നോണ്ട് പറയാം. പറ. എന്നാ പിന്നെ പറയല്ലേ. മിടുക്കൻ, അതിലുപരി ദൈവവിശ്വാസി, വിവാഹിതൻ, തന്റേതല്ലാത്ത കാരണങ്ങളാൽ ഒരു കുട്ടി ഉണ്ടായിപ്പോയി. അയ്യോ അത് കൊള്ളാലോ. നിയമപരമായി ബന്ധം വേർപെടുത്തി ഫ്രീ ആയിട്ട് ഇപ്പൊ 10 വർഷമായി. വിമല എന്ന് കേട്ടപ്പോ ഒറ്റ പിടുത്തവാ, പിന്നെ വിടുന്നേ ഇല്ല. എന്താ ചേട്ടാ, പിടിക്കാനായിട്ട് അയാളെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ആര് പറഞ്ഞു കണ്ടിട്ടില്ലെന്ന്? കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ടാക്കീസിൽ വന്നപ്പോ ഈ വിമലെ മതി വരുവോളൂ അയാള് കണ്ടു. അത് പിന്നെ എനിക്കൊരു സ്വൈര്യവും തന്നിട്ടില്ല. എന്തുവാ ആലോചിക്കട്ടെ. പിന്നെ രണ്ടും കിട്ടാണെങ്കിലും നിങ്ങൾ തമ്മിൽ നല്ല സിങ്കാണ്, ചേർച്ച. തിരുവമ്പടി പാറമേക്കാവും പോലെ. തൽക്കാലം തിരുവമ്പാടി അവിടെയും പാറമേക്കാവ് ഇവിടെയായിട്ട് നിൽക്കട്ടെ കേട്ടോ. അല്ല പിന്നെ പോലെ പോയല്ലേ, അങ്ങനെ അങ്ങ് പോയാലോ. കമലാസ് ചേട്ടാ, ഒരുപാട് ജോലി ഉണ്ടെന്ന് ചെന്നാട്ടെ. എനിക്കങ്ങനെ പോകാൻ പറ്റുമോ? നിങ്ങൾ 4 ആളുടെ കാര്യത്തിൽ എനിക്കുണ്ട് ചില ഉത്തരവാദിത്വങ്ങളൊക്കെ അല്ലേ. പിന്നെ ഐഡമേ കുറച്ച് ഉത്തരവാദിത്തം എടുത്തേ. എന്താ വിമല ഇത്? ചേട്ടന് കൊടുത്തു വിടട്ടെ. എന്നാ അത് എന്തു ഇത് ചോദിച്ചാലും 10 ആയിരം ഒക്കെ ഇങ്ങനെ എടുത്ത് അങ്ങ് തരുവാ. വേണ്ടേ? അത് പിടിക്ക്. എന്നാലും അനുകൂലമായിട്ടൊരു മറുപടി. ഒരുപാട് സമയം കിടക്കല്ലേ ചേട്ടാ, തൽക്കാലം ചേട്ടൻ ചെന്നാട്ടെ. ദേ എന്നെ വാശി പിടിപ്പിക്കരുത് കേട്ടോ. കുറെ നാളായി ഞാൻ ഈ ടാക്കീസിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ 4 പേരുടെയും കല്യാണം നടത്തിയിട്ട് ഈ കമലാസനൻ പളനി പോയി ഈ തലമുട്ടയടിക്കും. അയ്യോ ഇതിനകത്ത് ഇനി എന്തോന്ന് അടിക്കാൻ. എന്നാ പിന്നെ മീശ എടുക്കല്ലോ. ഇനിയിപ്പോ അയാളോട് ഞാൻ എന്തോ പറയും. ഈ പേരും പറഞ്ഞ് 4 ദിവസമായിട്ട് 4 ഫുൾ ചിക്കനും അടിച്ചിട്ട് നിക്കുക. അയ്യോ ഇതുങ്ങൾ എന്നെ കൊല്ലും. ഒത്തിരി നാളായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. അതെ അതെ, പണ്ട് നിന്നെ കൊണ്ട് ഞാൻ ഷാപ്പിൽ പോയി, ഓർമ്മയുണ്ടോ? കുടിച്ച് ഷാപ്പ് മുഴുവൻ ഛർദിച്ച് നാട്ടിച്ച് നിന്നെ കൊണ്ട് വീട്ടിൽ ചെന്നപ്പോ അതിന് അമ്മയുടെ നല്ല ചീത്ത ആശാൻ കേട്ടില്ലേ? ആട്ടെ, നീ എപ്പോഴാ ജോലിക്ക് കയറേണ്ടത്? ഇപ്പൊ തന്നെ താമസിച്ചു, അതുകൊണ്ട് നാളെ തന്നെ ജോയിൻ ചെയ്യാണ്. അത് ശരി. വേണു നാട്ടിലെത്തിയ വിവരം വിമല അറിഞ്ഞോ? ഇല്ല. ഇപ്പോഴും ഈ മനസ്സിൽ വിമലയാണെന്ന് എനിക്കറിയാം. ഒരു ഗ്രൗണ്ട് സപ്പോർട്ടായി. മനസ്സിൽ പരസ്പരം ഇഷ്ടമുണ്ടായിരുന്നിട്ടും ഒന്നിച്ച് ജീവിക്കാൻ കഴിയാത്തവരാണ് ഞങ്ങൾ. വിമലയുടെ മനസ്സറിയാവുന്നതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചതുമില്ല. വേണ്ട ആശാനെ, ഞാൻ പോവുക. വീട് വൃത്തിയാക്കാൻ ഒരാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. വരണേ, വരാതിരിക്കരുത്. വരാം. ആ ഇനി ഏതായാലും ഒരു കൂട്ടായി